ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഈ ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് മോർണിംഗ് ഒന്നും പറയാൻ പാടില്ലെന്ന് തോന്നുന്നു. കാരണം നമ്മൾ ഇത് ചെയ്യുന്നത് ചിലപ്പോൾ ഈവനിങ് ആയിരിക്കും കാണുന്നത്, അപ്പോൾ അവർക്ക് ഗുഡ് ആഫ്റ്റർനൂൺ ആയിരിക്കില്ല. എങ്കിലും എല്ലാവർക്കും വളരെ 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 സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈൽ ലാബ്. നമ്മൾ ലെഗ് കെയർ പറഞ്ഞിട്ട് ചേച്ചി എന്താ ഹെന്ന ഹെയറിലോട്ട് പോകുന്നത് എന്ന് വിചാരിക്കുന്ന പലരും ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ അതിന് മുമ്പ് തന്നെ ഹെന്നയുടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ചെയ്തില്ലെങ്കിൽ മോശമല്ലേ. അപ്പോൾ അത് ഓൾറെഡി നമ്മൾ പറഞ്ഞത് ചെയ്തിട്ട് നമുക്ക് ലെഗിൻ്റെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ. അപ്പോൾ തലമുടിയിൽ ഓൾറെഡി ഹെന്ന പ്രിപ്പയർ ചെയ്താനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നവരൊക്കെ ഉണ്ടാകും, അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. ഹെന്ന ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഒരുപാട് ഹെന്ന വീഡിയോസ് ചെയ്തിട്ടുണ്ട്, പല വെറൈറ്റീസ് ഓഫ് ഹെന്ന വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണണം. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ റെഡ് കളറിൽ ഒന്ന് പ്രസ് ചെയ്തേ സബ്സ്ക്രൈബ്. ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും. ശല്യമായിട്ട് കൂടെ ഉണ്ടാവൂലേ 3 നേരം ഒരു ടാബ്ലറ്റ് പോലെ, ദീപ പറഞ്ഞ പോലെ ഒരു ടാബ്ലറ്റ് പോലെ. ശരി, ഓക്കെ. ഞാനിപ്പോൾ നാളെയാണ് ഹെന്ന ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു 2 ദിവസത്തെ വീഡിയോയാണേ. നിങ്ങൾ കുറച്ച് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ആ ലെഗിൻ്റെ കാര്യം പറഞ്ഞുതരാം, ഒരു കെയർ പോലെ ചെയ്യാം. ഇന്ന് നാളെ നമുക്ക് ഈ ഒരു ഹെയർ കെയറിൻ്റെ വീഡിയോ ഇടാം. ഹെയർ കെയർ അല്ല, ഹെന്ന ചെയ്യുന്നത്. ഇപ്പം നാളെയാണ് ഞാൻ ഹെന്ന ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ മുടിയിൽ നല്ല പോലെ ഒന്ന് എണ്ണ വെച്ചിട്ട്, ഞാൻ എപ്പോഴും ചെയ്യുന്നത് ഇങ്ങനെയാണ്, നല്ല പോലെ ഒന്ന് എണ്ണ മസാജ് ചെയ്തതിന് ശേഷം നല്ല ഷാമ്പു ചെയ്ത് നല്ല പോലെ എണ്ണയെല്ലാം കളയും. എന്നിട്ട് അടുത്ത ദിവസം ഹെന്ന അപ്ലൈ ചെയ്യും. അതുകൊണ്ട് 2 ഗുണങ്ങളുണ്ട്. ഒന്നാമത് നമ്മുടെ മുടി ഒരുപാട് അങ്ങ് ഡ്രൈ ആകില്ല, പിന്നെ ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് കിട്ടും, പിന്നെ മുടി പൊട്ടിപ്പോകാനുള്ള ചാൻസസ് ഒക്കെ കുറയും, പിന്നെ അഴുക്കില്ലാത്ത സ്കാൽപ്പിൽ വേണം നമ്മൾ എപ്പോഴും ഹെന്ന അപ്ലൈ ചെയ്യാനായിട്ട്, അല്ലേ. അപ്പോൾ ചിലർ ചോദിക്കും, ചേച്ചി ഹെന്ന അപ്ലൈ ചെയ്താൽ ഞങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും, ചേച്ചിക്ക് വൈറ്റ് ഹെയർ ഇല്ലല്ലോ, അപ്പോൾ എങ്ങനെ മനസ്സിലാവുമെന്ന്. എനിക്ക് ഉള്ളിൽ വൈറ്റ് ഹെയർ ഉണ്ട്, പക്ഷെ 1-2 ഉള്ളൂ. അത് നിങ്ങളെ കാണിച്ചിട്ടും പ്രയോജനമില്ല, അറിയാനും പറ്റത്തില്ല. എങ്കിലും ഒരുപാട് പേർക്ക് പ്രയോജനപ്പെട്ട ഈ ഒരു വീഡിയോ എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഓയിൽ അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾ എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക, ഓയിൽ അപ്ലൈ ചെയ്യുന്ന എപ്പോഴും നമ്മുടെ സ്കാൽപ്പിലാണ്. സ്കാൽപ്പിൽ നല്ല രീതിയിൽ ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കണം. ഓയിൽ മസാജ് ചെയ്യുന്നതിന് മുമ്പ് തലയുടെ സ്കാൽപ്പിൽ വിയർപ്പൊന്നും ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ എപ്പോഴും ഓർക്കണം. വിയർപ്പ് ഒരു വില്ലനാണ്. തലയിൽ വിയർപ്പും എണ്ണയും എല്ലാം കൂടെ തേച്ച് കഴിഞ്ഞാലാണ് ഡാൻഡ്രഫ് വരുന്നത്. പ്രോപ്പറായിട്ട് വാഷ് ചെയ്തില്ലെങ്കിലും ഡാൻഡ്രഫ് വരും. വീഡിയോ ലെങ്തി ആയിരിക്കും, മേ ബി എനിക്കറിയത്തില്ല, ലെങ്തി ആയിരിക്കും. കേൾക്കാൻ ക്ഷമയുള്ളവർ മാത്രം കേൾക്കുക. ഓക്കെ, അപ്പം നമ്മൾ എണ്ണ മസാജ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഒരുപാട് പേര് ചോദിക്കില്ലേ, ഹെയർ എങ്ങനെയാണ് ഗ്രോത്ത് ആകുന്നത്, ഹെയർ എങ്ങനെയാണ് സിൽക്കി ആയിട്ടിരിക്കുന്നത്, ഹെയർ എങ്ങനെയാണ്. ഇപ്പം എനിക്ക് കുറച്ച് ഹെയർ ഫോൾ ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പം കുറച്ച് കൺട്രോളായി, കാരണം വീടുകൾ ഇങ്ങനെ മാറുന്ന കാരണമുള്ളൊരു പ്രോബ്ലമാണ്. മസാജിങ് മസ്റ്റാണ്. നിങ്ങൾ നല്ല പോലെ രാവിലെയും വൈകുന്നേരവും ഹെയർ മസാജ് ചെയ്യണം. അതിനകത്ത് ഓരോ വിട്ടുവീഴ്ച നിങ്ങൾ കാണിക്കരുത്. എന്തായാലും നമ്മൾ മുടി വാരി കെട്ടുമല്ലോ, ആ സമയത്തൊന്ന് മസാജ് ചെയ്യുക. മസാജ് ചെയ്യുമ്പം നമ്മൾ ഇതേ വിരൽ അകത്തോട്ട് വിട്ടിട്ട് ഈ ഒരു സീറോ നീടുന്ന മാതിരി വേണം തലയിൽ മസാജ് ചെയ്യാനായിട്ട്. എണ്ണ ചെയ്യുന്നതിന് മുമ്പുള്ള കാര്യം ഞാൻ പറഞ്ഞു, എണ്ണ ചെയ്തിട്ട് മസാജ് ചെയ്യാം. എണ്ണ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ തല ഒന്ന് റെഡിയാക്കണം, ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ മുടി കുനിച്ചിട്ടിട്ട് നമ്മുടെ അടിഭാഗം ഉണ്ടല്ലോ, അവിടെയും നല്ല രീതിയിൽ നിങ്ങൾ മസാജ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് കട്ടിലിൽ നിങ്ങൾ നിവർന്ന് കിടന്നിട്ട് മുടി ഇങ്ങനെ കട്ടിലിൽ കിടന്നിട്ട് മുടി ബാക്കിലോട്ട് ഇടുക. എന്നിട്ട് തല കുറച്ച് താഴോട്ടാക്കുന്ന രീതിയിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. അതൊക്കെ നമ്മുടെ മുടിയുടെ രക്തയോട്ടം വർദ്ധിക്കാനായിട്ട് സഹായിക്കും. നിന്നിട്ട് മുടി കുനിച്ചിട്ടിട്ട് നമ്മൾ മസാജ് ചെയ്യുമ്പോഴും മുടിക്ക് തലയ്ക്ക് നല്ലൊരു രക്തയോട്ടം ഉണ്ടാവുകയും ചെയ്യും. മുടി നല്ലപോലെ വളരാനും സഹായിക്കും. അതുപോലെ തന്നെ ഈ വൈറ്റ് ഹെയർ ബ്ലാക്ക് ഹെയർ ഒക്കെ കുറച്ച് സാവധാനത്തിൽ വരാൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ മസാജിങ് ചെയ്യുന്നത് നമ്മുടെ വിരൽ വെച്ച്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നമ്മുടെ വിരൽ ഇങ്ങനെ ചേർത്ത് വെച്ച് മസാജ് ചെയ്യുക. നഖങ്ങളല്ല ചേർക്കേണ്ടത്. ആക്ച്വലി നഖത്തിന്റെ ആ ഒരു എൻഡിലുള്ള ആ ഒരു സംഭവം വേണം നല്ലപോലെ തട്ടാനായിട്ട്. ദിവസം ഒരു 20 മിനിറ്റ് എങ്കിലും നിങ്ങൾ ഇതുപോലെ മസാജ് ചെയ്യണം. മസാജ് ചെയ്ത് കഴിഞ്ഞാൽ മുടിയുടെ ഗ്രോത്ത്, ഇതൊക്കെ ഒരു പ്രഷർ പോയിന്റ് ആണ്. ഇതിലൊക്കെ എത്ര സത്യാവസ്ഥ ഉണ്ടെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും സത്യാവസ്ഥ ഉണ്ട്. ഇറ്റ്സ് പ്രഷർ പോയിന്റും നമ്മുടെ ഇതുമായിട്ട് എന്തായാലും ബന്ധമുണ്ടല്ലോ. ആ ഒരു പ്രഷർ പോയിന്റിൽ നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നല്ലപോലെ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ മുടി നല്ലപോലെ വളരാൻ സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വിരൽ വെച്ചിട്ട്, നമ്മുടെ ഈ ഒരു 3ാമത്തെ വിരലില്ലേ, മോതിര വിരൽ, അവിടെ ഇങ്ങനെ പ്രസ് ചെയ്യുക. ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് കുറച്ച് നേരം അങ്ങനെ പ്രസ് ചെയ്ത് രണ്ട് കൈയും അതുപോലെ ഇതുപോലെ നമ്മുടെ വിരൽ ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ കുറച്ച് നേരം പ്രസ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ട് പ്രസ് ചെയ്ത് വെച്ച് ഇങ്ങനെ കുറേ നേരം ഇരിക്കുന്നതും മുടി വളരാനായിട്ട് സഹായിക്കും എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഓക്കെ,
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ രണ്ട് മസാജസും ഈ രണ്ട് കാര്യങ്ങളും ഒക്കെ കറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ മുടി കുറച്ച് നല്ലപോലെ വളരാനായിട്ട് സഹായിക്കും. അപ്പോൾ നിങ്ങൾ ഹെന്ന ചെയ്യുന്നതിന് മുമ്പായിട്ട് ഏതെങ്കിലും ഒരു ഓയിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന എന്ത് ഓയിലും ആകാം, ഇതിപ്പോൾ നമ്മൾ വെന്ത വെളിച്ചെണ്ണയാണ്, എന്തെങ്കിലും ഒരു ഓയിൽ കയ്യിലെടുത്തതിന് ശേഷം എന്നിട്ട് ആദ്യം കയ്യിലെടുത്തതിന് ശേഷം നമ്മുടെ ഈ ബൗലെടുക്കുക, നമ്മുടെ ഈ ഫ്രണ്ട് ഭാഗം ഉണ്ടല്ലോ അവിടെ ജസ്റ്റ് ഫസ്റ്റ് മസാജ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഞാൻ ഇതിന് മുമ്പ് ഇത് കാണിച്ചിട്ടുള്ളതാണെങ്കിലും പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഫ്രണ്ടിൽ നല്ലപോലെ മസാജ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഉച്ചി ഭാഗമല്ലേ, ഉച്ചി ഭാഗത്ത് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക, നല്ലപോലെ തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക. നമ്മുടെ കഴുത്ത്, അതായത് കുമ്പളാങ്കുഴി എന്ന് പറയുന്ന ഭാഗമല്ലേ, അവിടെയും നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ ആ ഒരു ഭാഗത്ത് നല്ലപോലെ മസാജ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഈ ചെവിയുടെ ഭാഗമല്ലേ, ഈ ചെവിയുടെ ഭാഗത്ത് നല്ലപോലെ മസാജ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ അടുത്ത ചെവിയില്ലേ, അയ്യോ സോറി കുറേ എണ്ണ ഇനി വന്നു, എണ്ണ എടുത്തപ്പോഴേ ഒത്തിരി എണ്ണയായിപ്പോയി. എന്നിട്ട് ഈ ഒരു ഭാഗത്തും നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. ഈ തലനീരിറക്കമൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ എണ്ണ ഓയിൽ വെച്ച് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ തലയിൽ നീരിറങ്ങില്ല. ഞങ്ങളുടെ അമ്മയൊക്കെ പറയുമായിരുന്നു ഇതുപോലെ നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കണം, തലയിൽ ഉച്ചിയിലൊക്കെ മസാജ് ചെയ്യണം. അതിനുശേഷം മുടി ഇഴകളിൽ, തലയോട്ടിയിൽ കൈ ഇതുപോലെ വെച്ചിട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്യണം. മസാജ് ചെയ്ത് തല എന്ന് പറയുന്നത് ഒരു 5 മിനിറ്റെങ്കിലും നിങ്ങൾ നല്ല രീതിയിൽ മസാജ് ചെയ്യണം. അതിനുമുമ്പ് ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ ഓൾറെഡി എൻ്റെ മുടിയുടെ ഉടക്കെല്ലാം എടുത്തതിന് ശേഷമാണ് മസാജ് ചെയ്യുന്നത്. നിങ്ങളും അതുപോലെ ഉടക്ക് നല്ലപോലെ എടുത്ത്, ചിക്ക് എന്നൊക്കെ പറയില്ല, അത് നല്ലപോലെ എടുത്തതിന് ശേഷം വേണം മസാജിങ് ചെയ്യാനായിട്ട്. എന്നിട്ട് നല്ലപോലെ എണ്ണ നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ, നാളെ ഹെന്ന ചെയ്യുന്നവരാണെങ്കിൽ ഇന്ന് ചെയ്യേണ്ട കാര്യമാണ്. എന്നിട്ട് ഇതുപോലെ നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്ത് മുടി ഫുള്ള് മസാജ് ചെയ്യുക. എന്നിട്ട് നല്ലപോലെ മുടി കുലിച്ചിട്ടിട്ട് നമ്മുടെ അടിഭാഗത്തും ഒക്കെ നല്ല രീതിയിൽ ഇതുപോലെ കുനിച്ചിട്ട് ഒരു 10-15 മിനിറ്റെങ്കിലും നിങ്ങൾ നല്ലപോലെ കുനിച്ചിട്ടും നിവൃത്തിയും ഒക്കെ തലയിൽ ഫുള്ളായിട്ട് മസാജ് കൊടുക്കണം. മുടിയുടെ തുമ്പ് വരെ ലാസ്റ്റ് എണ്ണ തേച്ചാൽ മതി. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മുടിയിൽ മസാജ് ചെയ്യുക എന്നുള്ളതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ്. മുടിയിലല്ല, തലയോട്ടിയിൽ നല്ല രീതിയിൽ മസാജ് കൊടുക്കുക. ഈ പ്രഷർ പോയിന്റ് ഒക്കെ മനസ്സിലാക്കി മസാജ് ചെയ്യുക. മസാജ് ചെയ്ത് കഴിഞ്ഞ് നല്ലപോലെ ഒന്ന് വാരി കെട്ടി വെച്ചിട്ട് നമ്മുടെ കഴുത്തിൻ്റെ ബാക്ക് ഭാഗമില്ലേ, അവിടെ ഒന്ന് കൈ വെച്ചതേ ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് വിട്ടു കൊടുക്കണം. ആ ഒരു റിലാക്സേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു ഭാഗത്ത്, കഴുത്തിൻ്റെ ബാക്ക്, കുമ്പളാങ്കുഴിയുടെ അടുത്ത ഭാഗത്തിൽ ഒന്ന് മസാജ് ചെയ്ത് വിട്ടു കൊടുക്കണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓയിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. എന്നിട്ട് നല്ലപോലെ മുടി വാരി കെട്ടി വെച്ചിട്ട് ഒരു ആവി കൊടുത്തു കഴിഞ്ഞാൽ ബെസ്റ്റാണ്. കാരണം നമ്മുടെ സ്കാൽപ്പിൻ്റെ ഹോൾസ് ഒക്കെ നല്ലപോലെ ഓപ്പൺ ചെയ്യാനായിട്ടും കഴുകി കളയുമ്പോൾ അഴുക്കൊക്കെ പൂർണ്ണമായിട്ടും പോകാൻ വേണ്ടിയിട്ടും സഹായിക്കും. നനഞ്ഞ തുണി ചൂടുവെള്ളത്തിൽ മുക്കിയെടുത്ത തുണി നല്ലപോലെ പിഴിഞ്ഞിട്ട് മുടിയിൽ കെട്ടിവെക്കുക. ഒരു 2-3 മിനിറ്റ് നല്ലപോലെ കെട്ടിവെച്ചിട്ട് വീണ്ടും ആ ചൂടുവെള്ളത്തിൽ നല്ലപോലെ പിഴിഞ്ഞ് വീണ്ടും കെട്ടിവെക്കുക. അങ്ങനെ ഒരു 3 പ്രാവശ്യം. ഇത് അംബിക പിള്ളയില്ലേ, അവർ പറഞ്ഞിട്ട് ഞാൻ ചെയ്തു നോക്കിയാണ്. അത് സൂപ്പർ, നല്ലപോലെ ആവി പിടിച്ചൊരു എഫക്റ്റ് കിട്ടും കേട്ടോ നമുക്ക്. 3 പ്രാവശ്യം നല്ലപോലെ പിഴിഞ്ഞ് തലയിൽ വാരി കെട്ടിവെച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഷാമ്പൂ കണ്ടീഷണറും ഒക്കെ ഇട്ട് നല്ല വൃത്തിയായിട്ട് കഴുകി നീറ്റാക്കുക. നിങ്ങൾക്ക് ഷാമ്പൂ കണ്ടീഷണർ ഇടുന്ന സമയത്ത് ഒരുപാട് കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഷാമ്പൂ കണ്ടീഷണർ യൂസ് ചെയ്യരുത്. പ്രത്യേകിച്ചും ഹെന്ന ഉപയോഗിക്കുമ്പോൾ മൈൽഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു നല്ല ഷാമ്പൂ കണ്ടീഷണർ യൂസ് ചെയ്യുക. കണ്ടീഷണർ നിങ്ങൾ യൂസ് ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല, നല്ല ഒരു ഷാമ്പൂ നല്ല രീതിയിൽ വാഷ് ചെയ്ത് കളയുക. എന്നിട്ട് അടുത്ത ദിവസം ആ ഒരു വൃത്തിയുള്ള മുടിയിൽ വേണം നമ്മൾ ഹെന്ന അപ്ലൈ ചെയ്യാനായിട്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി ഹെന്നയുടെ കാര്യം. ഹെന്ന ഞാൻ എങ്ങനെയാണ് ഹെന്ന ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ബീട്രൂട്ട് ഇട്ടിട്ടുണ്ട്, ബീട്രൂട്ട് ഇല്ലാതെ എങ്ങനെ അപ്ലൈ ചെയ്യാം. ഞാൻ ഹെന്നയുടെ 2 വീഡിയോയും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾ നോക്കുക. ഇന്ന് ഞാൻ ഹെന്ന ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഇരുമ്പ് ചട്ടി എടുത്തിട്ട് രാത്രി നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്നാൽ മതി. രാവിലെ ഉണ്ടാക്കി നാളത്തേക്ക് ഉപയോഗിക്കാനായിട്ട് രാത്രി ഉണ്ടാക്കി വെക്കുക. ഇതുപോലെ ഒരു ഇരുമ്പ് ചട്ടി എടുത്തിട്ട് ഹെന്ന ഇട്ടേക്കുവാണ്. ഈ ഹെന്നയ്ക്കകത്ത് ഇതൊരു വെറും പ്ലെയിൻ ആയിട്ടുള്ള ഹെന്നയല്ല, ബെഞ്ചാറാസിൻ്റെ നെല്ലിക്കാപ്പൊടി, ഹെന്ന, പിന്നെ ചെമ്പരത്തിപ്പൊടി, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഹെന്നയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പ്ലെയിൻ ആയിട്ടുള്ള ഹെന്നയാണ് ഉള്ളതെങ്കിൽ ഒരു 3 നെല്ലിക്കയും കൂടെ അതിനകത്തോട്ട് ചേർക്കാം. ഇല്ല, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഹെന്ന ചെയ്യുവാണെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് ചെയ്യുക. ഇങ്ങനെയുള്ള ഹെന്ന വാങ്ങിക്കുവാണെങ്കിൽ ഇങ്ങനെ നമുക്ക് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുന്നത് തേയില വെള്ളത്തിൽ, ഞാൻ അതിൽ പറഞ്ഞതുപോലെ തന്നെ തേയില വെള്ളവും മുട്ടയൊക്കെ ഉപയോഗിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത്, മുട്ട രാവിലെ നമുക്ക് തേക്കാൻ നേരത്ത് എടുത്താൽ മതി. അല്ലാതെ ആ വീഡിയോ ഞാൻ താഴെ കൊടുത്തേക്കാം, അത് നോക്കി കണ്ടിട്ട് അതുപോലെ ഹെന്ന പ്രിപ്പയർ ചെയ്ത് വെക്കുക. എന്നിട്ട് നാളെ നമുക്ക് ഹെന്നയും ഇൻഡിഗോ അപ്ലൈ ചെയ്യുന്നതൊക്കെ പലർക്കും ഡൗട്ടാണ്. അതുകൊണ്ട് നാളെ നമുക്ക് ഹെന്നയും ഇൻഡിഗോയും അപ്ലൈ ചെയ്യാം. ഞാൻ കാണിച്ചു തരാം. നല്ല ഒരു ഇൻഡിഗോ പൗഡർ വാങ്ങി വെക്കുക. ഹെന്ന അപ്ലൈ ചെയ്തതിന് ശേഷം ഇൻഡിഗോ അപ്ലൈ ചെയ്യുന്നത് ഞാൻ അത് ഡയറക്റ്റ് നിങ്ങൾക്ക് കാണിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. നാളെ അതുകൊണ്ട് നമുക്ക് ഹെന്നയും ഇൻഡിഗോയും അപ്ലൈ ചെയ്യാം കേട്ടോ.
ഇൻഡിഗോ വാങ്ങിക്കുമ്പോൾ ഞാനിപ്പോൾ സാധാരണ ഒരു നോർമൽ ഇൻഡിഗോ ആണ് വാങ്ങിച്ചേക്കുന്നത്. ഇവിടെ 2 വൈറ്റ് ഹെയർ ഉണ്ട് എനിക്ക്. ഇവിടെ ആണോ ഇവിടെ 2 വൈറ്റ് ഹെയർ ഉണ്ട്. ആ ഒരു വൈറ്റ് ഹെയർ എങ്ങനെ ബ്ലാക്ക് ആകുന്നു നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം മുടിയുടെ കാര്യത്തിൽ ഹെന്ന ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഡയറക്റ്റ് എടുത്ത് അഴുക്ക് മുടിയിലൊന്നും ഹെന്ന ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ ഇതുപോലെ ഹെന്ന അപ്ലൈ ചെയ്യണം. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള ഈ ഒരു ഹെന്ന എടുത്തിട്ട് തൈരിൽ നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കും. ഇങ്ങനെ എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളതല്ലേ ഇതിനകത്ത്, അതുകൊണ്ട് തൈരിൽ മിക്സ് ചെയ്ത് വെക്കും. എന്നിട്ട് രാവിലെ അപ്ലൈ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ്, അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നാളെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഞാനിത് അപ്ലൈ ചെയ്യുന്നതെന്നുള്ളത്. നാളെ ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് ഒരു മുട്ട അതൊക്കെ കാണിച്ചു തന്നിട്ട് അപ്ലൈ ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഹെന്ന ഒരുപാട് പേര് ചോദിച്ചു. ഞാനിപ്പം എൻ്റെ വീഡിയോസ് എന്ന് പറയുന്നത് കണ്ടിന്യൂ ആയിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കാരണം ഓരോന്നും ഇപ്പോൾ പുതിയതായിട്ട് ഒരാളൊന്ന് കണ്ടു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. ബിക്കോസ് കണ്ടിന്യൂറ്റിയോട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് ഹെന്ന ചെയ്യാൻ റെഡി ആയിട്ടുള്ള എല്ലാവരും ഇന്ന് ഹെന്ന പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക. നാളെ നമുക്ക് എൻ്റെ കൂടെ തന്നെ നമുക്ക് അപ്ലൈ ചെയ്ത് ഇൻഡിഗോയൊക്കെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് നോക്കാം എത്രത്തോളം ഡിഫറൻസ് ഉണ്ടെന്നുള്ളത്. അതിനുശേഷം ഹെന്ന ഇൻഡിഗോ എങ്ങനെ ഇടണമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.